കൂപ്പുകുത്തി സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല പ്രതിദിന വരുമാനം പകുതിയിൽ താഴെയായി കുറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ അവഗണന സ്വകാര്യ ബസ് വ്യവസായത്തെ ഇല്ലാതെയാക്കുകയാണെന്ന് ബസ് ഉടമകളും ജീവനക്കാരും പറയുന്നു. ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത കടുത്ത പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല. യാത്രക്കാരുടെ എണ്ണത്തിൽ കുത്തനെ ഇടിവാണ് സംഭവിച്ചത്. ഇതോടെ വരുമാനം പാതിയിൽ താഴെ മാത്രമായി. അറ്റകുറ്റപ്പണിക്കുള്ള കാശ് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള തുച്ഛമായ തുക ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് വീതിച്ചു നൽകും. മുമ്പ് 1000 രൂപ പ്രതിദിന വരുമാനമുണ്ടായിരുന്ന ജീവനക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് 500 രൂപ വരെ മാത്രം. ബസ് ഉടമകൾക്കാകട്ടെ ലാഭം 0. ഇപ്പം പ്രിയദർശിനി വന്നേ പിന്നെ വണ്ടിയുടെ കളക്ഷനിൽ വളരെയധികം കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അത് നമ്മുടെ ഡീസൽ അടിക്കാനായാലും ശമ്പളമായാലും ഓണർക്ക് കിട്ടുന്ന ബാലൻസ് ആയാലും എല്ലാം ഓണർക്ക് ബാലൻസ് ഇല്ല. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരാപരം ഡീസൽ അടിക്കുക, പിന്നെ 1000 രൂപ വരെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നാൽ പിന്നെ അതിൽ മുകളിൽ കിട്ടിയാലേ ഉള്ളായിരുന്നു. ഇപ്പോൾ അതൊരു 500 രൂപ 600 രൂപയിലേക്ക് മാറിയേക്കുവാണ്. അന്നേരവും നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ രാവിലെ വെളുപ്പിനെ ഇറങ്ങി രാത്രിയാകും വീട്ടിൽ പോകുമ്പോൾ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം വീട്ടിലെ ചിലവിന് പോലും തികയാത്തൊരവസ്ഥയിലാണ്. വർഷങ്ങളായി ചെയ്യുന്ന തൊഴിൽ ഉപേക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ടും മറ്റു തൊഴിലുകൾ അറിയാത്തതുകൊണ്ടും ഇപ്പോഴും ഈ പണിക്ക് തുടരുകയാണെന്ന് ജീവനക്കാർ. ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് ഇലക്ഷന് ജയിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ ഇവരൊരു 60 വയസ്സ് തൊട്ടുള്ളവർ, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത്ര ശമ്പളം 50,000 താഴെ ശമ്പളം ഉള്ളവർക്ക് KSRTC ഫാസ്റ്റിനകത്താണെങ്കിൽ ഇപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കല്ലേ കറക്റ്റ് ടൈമിൽ എത്തുന്നത്. അവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്കൊരു ഉപകാരമായിട്ട് 60 വയസ്സിന് മേളിലോട്ടുള്ളവർക്കും അല്ലെങ്കിൽ 50,000 രൂപ ശമ്പളം താഴെയുള്ളവർക്കും അവർക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു. KSRTCക്ക് പരിഗണന നൽകുന്നതിനൊപ്പം സ്വകാര്യ ബസ് മേഖലയുടെ സംരക്ഷണവും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ പട്ടിണിയാവുക ആയിരക്കണക്കിന് കുടുംബങ്ങളാവും. ജനം, പത്തനംതിട്ട.